ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിസ്റ്ററിൻ്റെ മാരേജാണ് നാളെ. അപ്പോൾ നമ്മൾ കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം എത്താൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അവിടെ അടുത്തുള്ള ഗുരുവായൂർ അടുത്തുള്ള ഒരു ഹോട്ടലാണ് റൂമൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ എത്തിയത് രാത്രി 10 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് ടൈമില്ലാത്ത കാരണം ഫേസ് ഷേവ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ വന്നത് നേരെ ഫേസ് വാഷ് ചെയ്തിട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഫേസൊക്കെ റേസർ യൂസ് ചെയ്തു. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1 മണി 1:15 ബ്യൂട്ടീഷ്യൻ വരുമെന്ന് പറഞ്ഞിട്ട്, കാരണം ഏർലി മോർണിംഗ് ആണ്, അഷ്ടമി രോഹിണിയാണ്, അത് കാരണം നല്ല റഷ് ഉണ്ടാവും. അപ്പോൾ ഏർലി മോർണിംഗ് 5 o'clock 5:30 ആ ടൈമിലാണ് നമുക്ക് മുഹൂർത്തം കിട്ടിയിട്ടുള്ളത്. അപ്പോഴേക്കും എന്തായാലും അവരൊരു 1:30 ഞങ്ങളുടെ അടുത്ത് കുളിച്ച് റെഡി ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1:15 റെഡി ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫേസ് ഷേവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു ചായയൊക്കെ കുടിച്ച് ഫേസ് ഷേവിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും രാത്രി 12:30 ആയപ്പോൾ നേരെ ഞാൻ പോയി കുളിച്ചു. കാരണം അധികം സമയമില്ലല്ലോ, ഉറങ്ങാനൊന്നും സമയമില്ല. എന്നിട്ട് നേരെ കുളിച്ച് വന്നിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ 2 പേര് പോത്ത് പോലെ കിടന്നുറങ്ങുന്നത്. പിന്നെ ഏട്ടൻ നല്ല ടയർഡ്നെസ് ഉണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്തതിൻ്റെയും കോയമ്പത്തൂർ നിന്ന് തിരൂരിൽ നിന്ന് വീണ്ടും ഒറ്റപ്പാലം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നതിന് 1 മണി ആയപ്പോഴേക്കും സിസ്റ്ററിൻ്റെ റൂമിലേക്ക് എത്തി. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വർത്താനമൊക്കെ പറയുന്ന ടൈമിൽ നമ്മുടെ ബ്യൂട്ടീഷ്യൻ വന്നു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ അവർ. നമുക്ക് ഭയങ്കര നമ്മുടെ ഒരു വീട്ടിലുള്ള ആൾക്കാരെ പോലെ അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനും സംസാരിക്കാനൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറത്തെ പണിയാണ്. 4-4.5 മണിക്കൂറായി ഓൾമോസ്റ്റ് ഇതൊക്കെ ഒന്ന് ഫിനിഷായി വന്നപ്പോഴേക്കും. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഫസ്റ്റ് ലുക്ക് സെറ്റ് സാരി ആണെന്നുള്ളത്. ആ സെറ്റ് സാരിയുടെ ഈ ബ്ലൗസ് ഞാൻ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ സെക്കൻഡ് സാരി ഒരു റെഡ് സാരിയാണ്, റെഡ് കാഞ്ചീവരം. സോ ആ റെഡ് കാഞ്ചീവരം സാരിയും ഞാൻ തന്നെയാണ്, അതിൻ്റെ ബ്ലൗസും ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ നല്ല രീതിക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള സിൻസിയറിറ്റിയോടെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ നമുക്ക് കുറേ നേരം നമ്മൾ ഇരുന്ന് കൊടുത്തിട്ട് നമ്മൾ ടയേർഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒക്കെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുണ്ട്, ഹസ്ബൻഡ് അങ്ങനെ ഓരോ ഇത് വരുമ്പോൾ നമ്മൾ ഓക്കെ കുഴപ്പമില്ല ചേച്ചി എന്ന് പറയുമ്പോൾ അവർ അയ്യോ പറ്റില്ല, നമ്മളത് ചെയ്യുന്നവർക്ക് നല്ലപോലെ ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ലുക്ക് ഇതാണ്. നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് ഇടുന്നുള്ളൂ. കാരണം ചേച്ചിമാർ പറഞ്ഞു നമ്മൾ ടെമ്പിൾ ലുക്കിന് അല്ലെങ്കിൽ താലി കിട്ടുന്ന സമയത്ത് കുറച്ച് ഓർണമെൻറ്റ്സ് മതി, അതായിരിക്കും ഭംഗി. സോ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ട്രഡീഷണൽ മാല ഫസ്റ്റ് ലെയർ ചെയ്തിട്ടു. അതിന് താഴെ ഒരു നമ്മുടെ ലക്ഷ്മി മാല ആ ടൈപ്പുള്ളൊരു മാല, അത് ആ ലോങ് ചെയിനും ഇട്ടു. പിന്നെ കയ്യിൽ റെഡ് കുപ്പിവള. നമ്മളിപ്പോൾ സെറ്റ് സാരിക്ക് റെഡ് മതി എന്ന് പറഞ്ഞു. ഈ ക്ലിപ്പൊക്കെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എടുത്തതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഹെയറും അതുപോലെ തന്നെ സാരി ഡ്രീപ്പിങ്ങും ഉണ്ടായിരുന്നു. മേക്കപ്പ് ഞാൻ സെൽഫായിട്ട് തന്നെ ചെയ്ത്. അങ്ങനെ നമ്മളൊരു 5:15 ഒക്കെ ആയപ്പോഴേക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി. വലിയ തിക്കും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ കെട്ട് കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗുരുവായൂർ ഒരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ മണ്ഡപത്തിൽ കയറിയിട്ട് പ്രീവിയസ് ടൈം എൻ്റെ ബ്രദറിൻ്റെ ഇതിന് പോയപ്പോൾ ദേവുട്ടി കരയെ കാരണം നമുക്ക് കയറാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ഇന്നിപ്പോൾ എന്തായാലും ശ്രീകൃഷ്ണ ജയന്തി അതുപോലെ തന്നെ അഷ്ടമി രോഹിണിയൊക്കെ ആയ കാരണം അമ്പലം ഫുള്ള് നല്ല ഡെക്കറേഷൻസാണ്. അതുപോലെ തന്നെ അവിടെ ഇവിടെ കുഞ്ഞിക്കണ്ണന്മാർ ഓടി നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ദിവസം ഗുരുവായൂർ ഞാൻ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫേഴ്സും അതുപോലെ തന്നെ നമുക്ക് മേക്കപ്പൊക്കെ ചെയ്ത ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വെഡ്ഡിങ്ങിന്, അതായത് 5 years ബിഫോർ ഇവർ തന്നെയായിരുന്നു നമുക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു അവരുടെ എക്സ്പീരിയൻസും അവരുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം ചേച്ചിയുടെ കാര്യത്തിനും ഇതൊക്കെ ഏൽപ്പിച്ചത്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് കൃഷാണ്. ദേവുട്ടിയുടെ ബർത്ത്ഡേയും അവരെ കവർ ചെയ്തത്. അതുപോലെ തന്നെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നത് സിയ ബ്രൈഡൽ സ്റ്റുഡിയോ ആണ്, ഇവിടെ ഗുരുവായൂർ തന്നെയാണ് ഉള്ളത്. ഇന്ന് പിന്നെ എന്തായാലും ഏട്ടൻ ദേവ് നല്ല മൂഡായിരുന്നു. രാവിലെ നീറ്റപ്പോൾ തന്നെ നല്ല കുട്ടിയായിരുന്നു. അല്ലെങ്കിൽ ഹെയറൊക്കെ ടൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ആകെ വലിച്ച് കളയാറുള്ളതാണ്. ഇന്നവൾ നല്ല കുട്ടിയായിട്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. പിന്നെ ഫുൾ ഏട്ടനെ ഹാൻഡിൽ ചെയ്ത് അവളേനെ. അത് കാരണം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ ഫോട്ടോ എടുത്ത് നടക്കുമായിരുന്നു. സോ നമ്മുടെ ദേവുട്ടിയുടെ കോസ്റ്റ്യൂം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഏട്ടനും ദേവുട്ടിയും കൂടെ ഇറങ്ങിയപ്പോൾ ഞാൻ പോരാ എന്നൊക്കെ ഭയങ്കര ഈഗോ ഒക്കെ അടിച്ചു. പിന്നെ നമ്മളിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഗെയിനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാരിയിൽ. പിന്നെ കുറച്ച് പേര് നന്നായിട്ടുണ്ട് അത് കോംപ്ലിമെൻ്റ് ഒക്കെ പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൺഫിഡൻസ് ബിൽഡായി. അപ്പോൾ എന്തായാലും എൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ പറയും. അപ്പോൾ കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു വെഡ്ഡിങ് ആണിത്. സോ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു വെഡ്ഡിങ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള വെഡ്ഡിങ് ഡേ ആണിത്. നമ്മൾ ഗുരുവായൂർ വെച്ച് നമ്മുടെ ഫാമിലിയിലുള്ള ഫസ്റ്റ് ഫാമിലി മീൻസ് എൻ്റെ വീട്ടിലെ ഫസ്റ്റ് വെഡ്ഡിങ് ആണ് ഗുരുവായൂർ വെച്ചിട്ടുള്ളത്. അവളുടെ ഒരു ആഗ്രഹമായിരുന്നു, കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു അവിടെ വെച്ചിട്ട് കല്യാണം കഴിക്കണം എന്നുള്ളത്. അഷ്ടമി രോഹിണി ആയത് കാരണം തന്നെ
ഒരുപാട് തിരക്ക് പറഞ്ഞാൽ ഒരുപാട് തിരക്കുണ്ട്. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ 5 മണിയാണ്. 5 മണി 5:15 ആ സമയത്തിന് നല്ല തിരക്കുണ്ട്, ഒരുപാട് ബ്രൈറ്റ്സ് ഉണ്ട്. നമ്മൾ എക്സാക്ട്ലി കയറുന്ന സമയത്ത് നട അടച്ചു പൂജയ്ക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റാണ് കഴിഞ്ഞിട്ടാണ് നട തുറന്നത്. ഇത് മറ്റേ വധുവരന്മാർക്കൊക്കെ ഇടാനുള്ള തുളസിമാലയാണ് കേട്ടോ അവിടെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രൂം സൗത്ത് ഇന്ത്യൻ ഇല്ല, തമിഴ്നാട് നിന്നായ കാരണം നമ്മുടെ താലി കുറച്ച് ഡിഫറെൻ്റ് ആണ്. സോ അത് നമുക്ക് താലി കെട്ടുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ താലി ഞാൻ കാണിച്ചിരുന്നു, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കാരണം നമ്മളിപ്പോൾ ഈ മൂവീസിൽ ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. പിന്നെ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രൈഡിനെയും ഗ്രൂമിനെയും വല്ലാതെ ടയേർഡാക്കുന്ന സംഭവം. നമ്മളൊക്കെ പോയിട്ട് ഗ്യാപ്പിൽ കുട്ടികൾ ഒരുപോലെ 2-3 ചെറിയ കുട്ടികളുണ്ടായിരുന്നു, എൻ്റെ ദേവുട്ടി അടക്കം. അപ്പോൾ അത് കാരണം നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പക്ഷെ അവർ പാവങ്ങൾ ഷൂട്ടിങ്ങിന് നിന്നിട്ട് ഇത് ഉച്ചയ്ക്ക് 1 മണി വരെ അവരൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ കഴിച്ചോളാൻ പറഞ്ഞപ്പോഴും അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ ഫ്രീ ആക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ താലി. സോ ഇതിൻ്റെ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാന്നൊക്കെ അറിയാതെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫാമിലി ഫോട്ടോസും സാധനങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തു. പിന്നെ കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ കോർപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഒരു വെഡ്ഡിങ്ങിന്. കാരണം നമുക്ക് ഏറ്റവും വലിയ കൺസേൺ ഉണ്ടായിരുന്നത് കുട്ടികളുടെ കാര്യമായിരുന്നു. കാരണം ഏർലി മോർണിംഗ് എന്ന് പറയുക കാരണം തന്നെ നമ്മൾ 5 മണിക്ക് അമ്പലത്തിൽ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ ഒരു 4-4:30 ആ സമയത്തൊക്കെ കുളിച്ച് റെഡിയാക്കി പിടിച്ചിട്ടാണ് അവിടെ എത്തിച്ചത്. പിന്നെ ഉണ്ണിക്കണ്ണന്മാർ, ഈ ഒരു ഉണ്ണിക്കണ്ണൻ ഞാനാട്ടോ ഫസ്റ്റ് വീഡിയോ എടുത്തത്. അത് കണ്ടപ്പോഴേക്കും പിന്നെ ചുറ്റും നിറയെ ആൾക്കാരായിരുന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ. പിന്നെ നമ്മൾ എപ്പോൾ പോയാലും ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്ന സംഭവമാണ് ഈ ഒരു സ്റ്റാൾസ്. എനിക്ക് എല്ലാ പ്രാവശ്യം കണ്ടാലും ഭയങ്കര അട്രാക്ഷൻ തോന്നും, പക്ഷെ ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങാറില്ല അവിടെ നിന്ന്. എന്താണാവോ, എനിക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും പിടിക്കാറില്ല. പിന്നെ ഒരു ഉണ്ണിക്കണ്ണൻ കണ്ടില്ല, പാവം ഉറങ്ങി തളർന്നിട്ടാണ് കിടക്കുന്നത്. ആ ഗ്യാപ്പിലാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഹസ്ബൻഡ് കുട്ടീനെ നോക്കിയ കാരണം ഞാൻ ഓടി നടന്ന ഫോട്ടോസ് കാരണം ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ട്, നല്ല ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെയും ഹസ്ബൻഡിൻ്റെ ഒക്കെ ഇനി ക്യാമറ ചേട്ടന്മാർ തന്നിട്ട് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സാരി, അതായത് റെഡ് കാഞ്ചീപുരം. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ നമുക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു റെഡ് വേണ്ട എല്ലാവരും എടുക്കുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സെറ്റ് സാരി സെറ്റ് മുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ റെഡിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. നമ്മൾ ഈ ബ്രൈഡ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എല്ലാവരും കണ്ടുമടുത്തതാണ് റെഡ്, എങ്കിൽ കൂടെ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. പിന്നെ നമ്മളെന്താണെന്ന് വെച്ചാൽ ബ്ലൗസിൻ്റെ മേലൊന്നും കൂടുതൽ ഹെവി വർക്ക് ചെയ്യാതിരുന്നതും ഈ ഒരു റെഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റിയൽ കാഞ്ചീപുരത്തിൻ്റെ ആ ഒരു ഭംഗി പോവേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക.